Hello everyone, this is Sunish from Adontic. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു യു എക്സ് ഡിസൈനിന്റെ ലോകത്തുള്ള 5 പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാം. യു എക്സ് എന്താണെന്നതിൽ നിന്ന് തുടങ്ങി ഒരു യു എക്സ് ഡിസൈനർ ആകാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്, യൂസറിനെ എങ്ങനെ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാം, യു എക്സ് പ്രോജക്റ്റ് എങ്ങനെ മാനേജ് ചെയ്യാം, ഇതിന്റെ ലാസ്റ്റ് യൂസർ സെന്റേർഡ് പ്രോസസ് UCD എങ്ങനെയാണ് നമുക്കൊരു ഡിസൈൻ തിങ്കിങ്ങിനെ കുറിച്ച് മാറ്റിമറിക്കുന്നു എന്നുള്ളത് നോക്കാം. ഇതെല്ലാം നമുക്ക് ഈസിയായി എക്സാമ്പിൾസിലൂടെ മനസ്സിലാക്കാൻ പറ്റും നോക്കാം. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണാം. കാരണം ഇതൊരു യു എക്സിനെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് അല്ല, എക്സ്പീരിയൻസ് ആയി മനസ്സിലാക്കാനുള്ള ഒരു ജേണിയാണ്. ആദ്യം നമുക്ക് യു എക്സ് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് യു എക്സ്? യൂസർ എക്സ്പീരിയൻസ് അഥവാ യു എക്സ് ഡിസൈൻ. യു എക്സ് ഡിസൈൻ എന്ന് പറയുന്നത് വെറും ഒരു ഡിസൈൻ വിഷയമല്ല, ഇതൊരു ജീവിതാനുഭവമാണ്. നമ്മൾ ഓരോ ദിവസവും യു എക്സ് അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആപ്പ് തുറക്കുമ്പോൾ, ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ, TV ഓൺ ചെയ്യുമ്പോൾ എല്ലായിടത്തും യു എക്സിന്റെ ഭാഗമുണ്ട്. ഒരു യു എക്സ് ഡിസൈൻ എന്നത് നമ്മുടെ ജീവിതത്തെ എളുപ്പമാക്കാനും അല്ലെങ്കിൽ അത് ഈസി ആക്കാനുള്ളൊരു ശ്രമമാണ്. നമുക്ക് ആദ്യം യു എക്സ് എന്നാൽ എന്താണെന്ന് നോക്കാം. യു എക്സ് എന്ന് പറഞ്ഞാൽ യൂസർ എക്സ്പീരിയൻസ്, അതായത് യൂസർ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഉപയോഗിക്കുമ്പോൾ ആ യൂസറിന് കിട്ടുന്ന അനുഭവത്തിനെ ആണ് യു എക്സ് എന്ന് പറയുന്നത്. അത് എത്ര ഈസിയാണ്, എത്ര ഹാപ്പി ആയിട്ടാണ് അത് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നതാണ് ഇതിന്റെ യു എക്സിന്റെ അർത്ഥം എന്ന് പറയുന്നത്. യു എക്സ് ഡിസൈനറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു ആപ്പ് ഉപയോഗിക്കുമ്പോൾ അത് എത്ര ഈസി ആയിട്ടാണ് അത് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നൊരു അനുഭവം കൊടുക്കുന്ന രീതിയാണ് യു എക്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഫുഡ് ഓർഡർ ചെയ്യാൻ സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ ആപ്പ് തുറക്കും. ആ ആപ്പിൽ ലോകം മനോഹരമായിരിക്കും, കളർ നല്ലതായിരിക്കും, ആനിമേഷൻ സ്മൂത്ത് ആയിരിക്കും. പക്ഷെ ഫുഡ് സെർച്ച് ചെയ്യുമ്പോൾ കാർട്ട് ആഡ് ബട്ടൺ വർക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ ഡെലിവറി സ്റ്റാറ്റസ് അൺക്ലിയർ ആണ്. അപ്പോൾ എല്ലാം നമ്മൾ ഇറിറ്റേറ്റ് ആവും. അവിടെയാണ് യു എക്സ് ഫെയിൽ ആവുന്നത്. മറുവശത്ത് അതേ സ്വിഗ്ഗി ഓപ്പൺ ചെയ്യുമ്പോൾ നിയർ ബൈ റെസ്റ്റോറൻറ്റ് കാണാം, ഫുഡ് ആഡ് ചെയ്യാം, പേയ്മെന്റ് സ്മൂത്ത്, അല്ലെങ്കിൽ ഡെലിവറി ട്രാക്ക് ചെയ്യാം. അവിടെ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. അതാണ് ഒരു നല്ല യു എക്സ് എന്ന് പറയുന്നത്. യു എക്സ് ഡിസൈൻ എന്നത് ഹൗ ഇറ്റ് ലുക്സ് അല്ല, ഹൗ ഇറ്റ് വർക്ക്സ് ആൻഡ് ഹൗ ഇറ്റ് ഫീൽസ് ആണ്. ഒരുപാട് ആളുകൾക്ക് തോന്നും യു എക്സും യു എയും രണ്ടും ഒരേപോലെയാണ്. പക്ഷെ അതിലൊരു വലിയ വ്യത്യാസമുണ്ട്. യു എ എന്ന് പറയുന്നത് യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത് കാണുന്ന ഭാഗം. ഇപ്പോൾ പറയുകയാണെങ്കിൽ കളേഴ്സ്, ഫോണ്ട്, ബട്ടൺസ്, ലേഔട്ട്, ഡിസൈൻ ലുക്സ്, ഇതൊക്കെയാണ് യു എ എന്ന് പറയുന്നത്. യു എക്സ് എന്ന് പറയുന്നത് യൂസർ എക്സ്പീരിയൻസ് എന്നതൊരു അനുഭവമാണ്. ഫ്ലോ എത്ര സ്മൂത്ത് ആണ്, ഇൻഫോർമേഷൻ എത്ര ക്ലിയർ ആണ്, അല്ലെങ്കിൽ നാവിഗേഷൻ എത്ര എളുപ്പമാണ് എന്നൊക്കെ നോക്കുന്നതാണ് യു എക്സ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു ചെറിയ എക്സാമ്പിൾസ് നോക്കാം. ഒരു കാറിന്റെ യു എ അതിന്റെ സ്റ്റിയറിങ്, അല്ലെങ്കിൽ ഡാഷ്ബോർഡ്, സീറ്റ് ഡിസൈന് തുടങ്ങിയ. യു എക്സ് അതിന്റെ ഡ്രൈവിംഗ് അനുഭവം എത്ര സുഖമാണ്, എത്ര സേഫ് ആണ്, എത്ര ഈസി ആയിട്ടാണ് അത് ഉള്ളത് എന്നൊക്കെ നോക്കുന്നതാണ് യു എക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ആപ്പിൽ യു എ എന്ന് പറയുന്നത് കളർ, ഫോണ്ട്, ലുക്ക് എന്നിവയൊക്കെയാണ്. പക്ഷെ യു എക്സ് എന്ന് പറയുന്നത് യു എക്സ് എത്ര എളുപ്പമാണ്, അല്ലെങ്കിൽ ആപ്പ് യൂസ് ചെയ്യാൻ എത്ര എളുപ്പമാണ് എന്ന് നോക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ യു എക്സ് ഡിസൈൻ ഒരു വിഷ്വൽ ആർട്ടല്ല, അതൊരു സൈക്കോളജിക്കൽ ആർട്ടാണ്. ഇപ്പോൾ നമ്മൾ ഒരു യു എക്സ് അനുഭവിക്കുന്നത് എവിടെ നിന്നാണ് ഒന്ന് ചിന്തിച്ചാലോ. ഒരു പെന്ന് എളുപ്പം പിടിക്കാനാവുന്നു, അല്ലെങ്കിൽ ഒരു ചെയർ ഇരിക്കാൻ സുഖമാണോ, ഫ്രിഡ്ജിന്റെ ഡോറ് എളുപ്പം തുറക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ലോഡാകാൻ സമയമെടുക്കുന്നുണ്ടോ, ഇതെല്ലാം യു എക്സ് ആണ്. ഒരു നല്ല യു എക്സ് ഉള്ള ആപ്സ് അല്ലെങ്കിൽ സർവീസ് നമ്മളെ സന്തോഷിപ്പിക്കും. ഒരു മോശം യു എക്സ് ആണെങ്കിൽ നമ്മളെ ഇറിറ്റേറ്റും ചെയ്യിപ്പിക്കും. ഒരു നല്ല യു എക്സ് ആണെങ്കിൽ നമ്മൾ ആഴത്തിൽ ഇത് എളുപ്പമാണെന്നൊരു ഫീലും ചെയ്യിപ്പിക്കും. ഒരു യു എക്സിന്റെ ബ്യൂട്ടി എന്താണെന്ന് പറഞ്ഞാൽ അതിന് ഇനി നല്ല ഒരു യു എക്സ് എന്ന് തിരിച്ചറിയേണ്ട ഒരു ആവശ്യമില്ല. അതിൽ നിങ്ങൾ സ്മൂത്ത് ആയി പോകും. അതായത് ഒരു ഗുഡ് യു എക്സ് ഈസ് ഇൻവിസിബിൾ ബിക്കോസ് ഇറ്റ് ജസ്റ്റ് വർക്ക്സ്. ഇപ്പോൾ നിങ്ങൾ നെറ്റ്ഫ്ലിക്സ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീരീസ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതിന് നിങ്ങൾ നോട്ടീസ് ചെയ്യാതെ തന്നെ അത് എൻജോയും ചെയ്യും. അതാണ് യു എക്സ് ഡിസൈനിന്റെ പവർ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് സീംലെസ് എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. യു എക്സ് ഡിസൈൻ എമ്പതിൽ നിന്നാണ് വളരുന്നത്. എമ്പതി എന്നത് മറ്റൊരാളുടെ ചെരുപ്പിൽ കയറി അവനെ മനസ്സിലാക്കി ചിന്തിക്കുക എന്നതാണ്. ഒരു യു എക്സ് ഡിസൈനർ ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു 60 വയസ്സുകാരൻ ഒരു ആപ്പ് എങ്ങനെ ഉപയോഗിക്കും, ലോ ഇൻകംലുള്ള ആളുകൾക്കായി ഇത് സ്ലോ ആകുമോ, അല്ലെങ്കിൽ ഇതൊക്കെ എമ്പതിയുടെ ഡിസൈനിലാണ്.
ചുരുക്കത്തിൽ പറഞ്ഞാൽ UX ഡിസൈൻ എന്നത് ലുക്ക് ആൻഡ് ഫീൽ അല്ല, അത് തിങ്ക് ആൻഡ് ഫീൽ ആണ്. UX ഡിസൈനർ ഡിസൈൻ ചെയ്യുന്നത് സ്ക്രീൻസിലല്ല, അവൻ ഡിസൈൻ ചെയ്യുന്നത് കംഫോർട്ട്, ക്ലാരിറ്റി ആൻഡ് കണക്ഷൻസ് ആണ്. അടുത്തതായാണ് UX ഡിസൈൻ ക്വാളിഫിക്കേഷൻ. ഒരു UX ഡിസൈനർ ആകാൻ എന്താണ് പഠിക്കേണ്ടത്? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം നമുക്ക് UX ഡിസൈൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു കുഴപ്പം തോന്നും. പലർക്കും ഇത് വലിയ ഡിഗ്രി വേണോ, അല്ലെങ്കിൽ അതൊരു എഞ്ചിനീയറിംഗ് പോലെയുള്ള കോഴ്സ് വേണോ, അല്ലെങ്കിൽ എനിക്ക് ഡ്രോയിങ് അറിയില്ലല്ലോ, എനിക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഒരുപാട് സംശയങ്ങളുണ്ടാവും. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ UX ഡിസൈൻ എന്നത് ഒരു ഡിഗ്രി അല്ല, അതൊരു വേ ഓഫ് തിങ്കിങ് ആണ്. UX പഠിക്കാൻ നിങ്ങൾക്ക് ആർട്ട് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ എഞ്ചിനീയർ ബാക്ക്ഗ്രൗണ്ടോ സൈക്കോളജി ആയാലും കൊമേഴ്സ് ആയാലും അതൊന്നും ഒരു പ്രശ്നമല്ല. എന്നാൽ ചില കഴിവുകൾ വേണം. അത് നമുക്കൊരു സ്കൂളിൽ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് പോലെയല്ല, ജീവിതത്തിൽ നിന്നും ലഭിക്കുന്ന കുറച്ച് കഴിവുകളാണ് നമുക്ക് UX ഡിസൈൻ പഠിക്കേണ്ട അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു UX ഡിസൈനർ ആകാൻ ആദ്യം ആവശ്യമുള്ളതാണ് ഒബ്സർവേഷൻ സ്കിൽ എന്ന് പറയുന്നത്. അത് കാണാനും മനസ്സിലാക്കാനും അറിയണം. അതായത് ഒരു കാര്യം വെറുതെ കാണുന്ന ഒരാളായിരിക്കില്ല, അവനത് ശ്രദ്ധിച്ചു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും. ഒരു സാധാരണ ഡിസൈനർ ബട്ടൺ ഡിസൈൻ ചെയ്യും, പക്ഷെ ഒരു UX ഡിസൈനർ ചോദിക്കും, ഈ ബട്ടൺ എവിടെ വെച്ചാൽ യൂസറിന് അത് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിന്റെ കളർ ശരിയാണോ, ഇത് ഉപയോഗിക്കാൻ എളുപ്പമാണോ? ഇതാണ് UX ഡിസൈനറിന്റെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. UX ഡിസൈനർ എപ്പോഴും ക്യൂരിയോസിറ്റിയിലാണ് ജീവിക്കുന്നത്. അവൻ കോഫി ഷോപ്പിൽ ക്യൂ എങ്ങനെ മൂവ് ചെയ്യും, ATMൽ എങ്ങനെ ആളുകൾ എവിടെയാണ് തെറ്റുന്നത്, ഫസ്റ്റ് ടിക്കറ്റ് ആപ്പ് എവിടെയാണ് സ്ലോ ആകുന്നത്, ഇവയെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും. അതാണ് ഒബ്സർവേഷൻ സ്കിൽ എന്ന് പറയുന്നത്. അടുത്തതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. UX ഡിസൈനർ ആകാൻ എപ്പോഴും ടീമിൽ പ്രവർത്തിക്കുന്നവനായിരിക്കും. അവന് ഡെവലപ്പേഴ്സിനോടും ക്ലയൻസിനോടും റിസർച്ചിനോടും യൂസേഴ്സിനോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത്യാവശ്യമാണ്. പക്ഷെ ഇവിടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഫ്ലുവൻസി അല്ല. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് നീ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയണം എന്നതാണ്. നീ ഐഡിയ പറയുമ്പോൾ അത് ക്ലിയർ ആയിരിക്കണം, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ലഭിക്കുമ്പോൾ ഓപ്പൺ മൈൻഡിലാണ് കേൾക്കേണ്ടത്. UX ഡിസൈനർ ഒരിക്കലും ആർഗ്യൂ ചെയ്യില്ല, അത് കമ്മ്യൂണിക്കേറ്റ് ആണ് ചെയ്യുന്നത്. അടുത്തത് ക്രിയേറ്റിവിറ്റിയാണ്. UX ഡിസൈനിൽ ക്രിയേറ്റിവിറ്റി അത്യാവശ്യമാണ്. പക്ഷെ അതൊരു ഡ്രോയിങ് ക്രിയേറ്റിവിറ്റി അല്ല, തിങ്കിങ് ക്രിയേറ്റിവിറ്റിയാണ്. പലർക്കും തോന്നും ക്രിയേറ്റീവ് ആകാൻ സ്കെച്ച് ചെയ്യാനും പെയിന്റിങ് ചെയ്യാനും ഒക്കെ അറിയണമെന്നത്. പക്ഷെ UX ഡിസൈൻ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ചിന്തയുടെ കലയാണ് എന്നാണ് പറയുന്നത്. ഒരു നല്ല UX ഡിസൈനർ പ്രശ്നം കണ്ടാൽ അതിനെ ഡിഫറെന്റ് ആംഗിൾസിൽ നോക്കി കാണും. ഒരു ആപ്പ് ലോഗിൻ പ്രോസസ്സ് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിയാൽ അവനൊരു ഒറ്റ സൊല്യൂഷൻ അല്ല കാണുക. അവൻ ചിന്തിക്കും, സ്കിപ്പ് ലോഗിൻ ആസ് എ ഗസ്റ്റ് വേണോ, അല്ലെങ്കിൽ ക്വിക്ക് OTP ഓപ്ഷൻ എടുക്കണോ, അല്ലെങ്കിൽ സോഷ്യൽ ലോഗിൻ ചേർക്കണോ, പിക്കപ്പ് പ്രിന്റ് ലോഗിൻ കൊടുത്താൽ എളുപ്പമാകുമോ എന്നിങ്ങനെയൊക്കെ പല രീതിയിലും തിങ്ക് ചെയ്യും. UX ഡിസൈനർ കലയിലൂടെ അല്ല, ചിന്തയിലൂടെയാണ് ക്രിയേറ്റിവിറ്റി ആകുന്നത്. ക്രിയേറ്റിവിറ്റി എന്നത് ഒരു കളർ തിരഞ്ഞെടുക്കലല്ല, എഫക്റ്റ് ചേർക്കലുമല്ല. അത് യൂസറിന്റെ ജേണി എങ്ങനെ എളുപ്പം കംഫർട്ട് ആക്കാം എന്ന ചിന്തയിലായിരിക്കും അവൻ ചിന്തിക്കുന്നത്. അഥവാ ക്രിയേറ്റിവിറ്റി UX ഡിസൈനിൽ ആസ്തെറ്റിക് ഡിസിഷൻസ് അല്ല, അതൊരു ഇമോഷണൽ റെസ്പോൺസിബിലിറ്റിയാണ്. അടുത്തതാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽ. ഒരു UX ഡിസൈനറിന്റെ ഒരു യഥാർത്ഥ ആത്മാവാണെന്നാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്ന് പറയുന്നത്. UX ഡിസൈനർ ബേസിക്കലി ഒരു പ്രോബ്ലം സോൾവറാണ്. അവനൊരു ഇഷ്യൂ കണ്ടാൽ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കും, ഇത് എങ്ങനെ പരിഹരിക്കാം എന്ന രീതിയിലായിരിക്കും അവൻ ചിന്തിക്കുക. പിന്നെ സൊല്യൂഷൻസ് ഉണ്ടാക്കും. അവൻ ഡിസൈൻ റെഡിയാക്കിയ ശേഷം ടെസ്റ്റ് ചെയ്യും, ഫീഡ്ബാക്ക് കളക്ട് ചെയ്യും, പിന്നെ റിഫൈൻ ചെയ്യും, പിന്നെ ഇറ്ററേറ്റ് ചെയ്യും. യൂസേഴ്സ് ഹാപ്പി ആകുന്നത് വരെ ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു e-commerce ആപ്പിൽ യൂസേഴ്സിന് കാർട്ടിൽ ഐറ്റംസ് ആഡ് ചെയ്യും, പക്ഷെ പർച്ചേസ് കുറവാണ്. അവിടെ സാധാരണ ഡിസൈനർ ഒരു ബാനർ ചേഞ്ച് ചെയ്യും. പക്ഷെ ഒരു UX ഡിസൈനർ അതിന്റെ ഡാറ്റ കളക്ട് ചെയ്യും, എന്നിട്ട് യൂസർ ഫ്ലോ ഒബ്സർവ് ചെയ്യും. അവൻ ഫൈനലി അത് കണ്ടുപിടിക്കുകയും ചെയ്യും. ചെക്ക്ഔട്ട് സ്ക്രീനിൽ അൺനെസസറി സ്റ്റെപ്സ് ഉണ്ട്, അല്ലെങ്കിൽ ബില്ലിംഗ് അഡ്രസ്സിൽ ടൈപ്പ് ചെയ്യേണ്ടതില്ലാതെ ഓട്ടോ ഫിൽ ചെയ്താൽ യൂസേഴ്സിന് എളുപ്പം പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടെത്താം. എന്നിട്ട് അവൻ അത് സിംപ്ലിഫൈ ചെയ്യും. റിഡൻഡന്റ് സ്ക്രീൻസ് ഒഴിവാക്കും, പ്രോസസ്സിംഗ് സ്ട്രീംലൈൻ ചെയ്യും. അതിന്റെ ഒരു ഫലമായിട്ട് പർച്ചേസ് 30% വരെ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് UX ഡിസൈനറിന്റെ യഥാർത്ഥ ജോലി. ഒരു പ്രശ്നം ഡിസൈൻ കൊണ്ട് പരിഹരിച്ചു, അത് ഒരു മികച്ച അനുഭവമാക്കി മാറ്റിയെടുക്കുക. അല്ലെങ്കിൽ UX ഡിസൈനിന്റെ ക്രിയേറ്റിവിറ്റി സെക്കൻഡാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് സെക്കൻഡാണ്, പ്രോബ്ലം സോൾവിംഗ് ആണ് ഫസ്റ്റ്. അടുത്തതാണ് ഹ്യൂമൻ ബിഹേവിയർ, മനസ്സിലാക്കാനുള്ള കഴിവ്. UX ഡിസൈനറിന് അത്യാവശ്യമാണ്.
കാരണം യു എക്സ് ഡിസൈനർ മനുഷ്യന്റെ മനസ്സിലാണ് നിലകൊള്ളുന്നത്. യു എക്സ് ഡിസൈനർ കളേഴ്സിലോ അല്ലെങ്കിൽ ഷേപ്പുകളിലോ മാത്രം ആലോചിക്കുന്നതായിരിക്കില്ല. അവൻ മനുഷ്യരുടെ വികാരങ്ങളും ചിന്തകളും ആശയങ്ങളും പഠിക്കുന്നവരാണ്. യു എക്സ് ഡിസൈനർ എന്ന നിലയിൽ നിങ്ങൾ ചോദിക്കണം, യൂസേഴ്സിന് എന്താണ് ചിന്തിക്കുന്നത്, അവന് എത്ര പേഷ്യൻസ് ഉണ്ട്, അവന് സ്പീഡ് വേണോ, സേഫ്റ്റി വേണോ, അവന് ട്രസ്റ്റ് വേണോ, എക്സൈറ്റ്മെന്റ് വേണോ, ഇവയൊക്കെ മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് ഒരു നല്ല യു എക്സ് ഡിസൈനർ ആകുന്നത്. മനുഷ്യരുടെ സൈക്കോളജി മനസ്സിലാക്കാൻ ഡിസൈൻ ഡിസിഷൻ ഡീപ്പായി മനസ്സിലാക്കാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബാങ്കിങ് ആപ്പിൽ ഒരു ചെറിയ സൗണ്ട് എഫക്റ്റ് ആഡ് ചെയ്താൽ അതിലൂടെ യൂസേഴ്സിന് ട്രാൻസാക്ഷൻ സേഫായി ഒരു ട്രസ്റ്റ് ഫീൽ കിട്ടും. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ആപ്പിൽ ഒരു സോഫ്റ്റ് കളർ ടൂൺസ് ആൻസൈറ്റി കുറക്കും അല്ലെങ്കിൽ കാം ഫീൽ കിട്ടും. ഷോപ്പിംഗ് ആപ്പിലാണെങ്കിൽ സബ് ടൈറ്റിൽ മൈക്രോ അനിമേഷൻസ് യൂസേഴ്സിന് എക്സൈറ്റ്മെന്റും കോൺഫിഡൻസും നൽകും. യു എക്സ് ഡിസൈനർ ഹ്യൂമൻ സയൻസിലും ഡിസൈനിങ്ങിലും ചേർന്നിട്ടുള്ള ഒരു മിക്സഡ് വേർഷൻ. ഒടുവിൽ യു എക്സ് ഡിസൈനർ കളേഴ്സിലും ഷേപ്പുകളിലും ഡിസൈൻ ചെയ്യുന്നതായിരിക്കില്ല. അവൻ ഫീൽ, കംഫോർട്ട്, ട്രസ്റ്റ് എന്നീ 3 അനുഭവങ്ങളിലാണ് ഡിസൈൻ ചെയ്യുന്നത്. ഫൈനലി ഒരു യു എക്സ് ഡിസൈനർ ആകാൻ എന്താണ് പഠിക്കേണ്ടത്? ആദ്യം നിങ്ങൾക്ക് ചില ടൂൾസുകൾ അറിയണം. ഫിഗ്മ, XD, മിറോ, നോഷൻ തുടങ്ങിയ. ഇവിടെ സഹായത്തോടെ നിങ്ങൾക്ക് വയർ ഫ്രെയിംസ് ഉണ്ടാക്കാം, പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്യാം, ഡോക്യുമെന്റേഷൻ തയ്യാറാക്കാം, ബ്രെയിൻ സ്റ്റോമിംഗ് കണ്ടക്ട് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ടൂൾസ് ഒരു സെക്കൻഡാണ്, തിങ്കിങ് പ്രോസസ്സാണ് ഫസ്റ്റ്. ടൂൾസ് ഒരു പെൻ പോലെയാണ് എന്ന് നമുക്ക് പറയാം. നിങ്ങൾക്ക് ഐഡിയ ഇല്ലെങ്കിൽ പെന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ ടൂള് മനസ്സിലാക്കാതെ ചിന്തയില്ലെങ്കിൽ ഡിസൈൻ മീനിങ്ലെസ് ആകും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, യു എക്സ് ഡിസൈനർ ആദ്യം പഠിക്കുന്ന ടൂളല്ല, തൻ്റെ ചിന്താശൈലി, തിങ്കിങ് പ്രോസസ്സ് ആണ്. യു എക്സ് ഡിസൈനർ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് ആണെങ്കിലും അതിനൊരു സ്ട്രക്ചറുണ്ട്. റിസർച്ച്, ഡിഫൈൻ, ഐഡിയേറ്റ്, വയർ ഫ്രെയിം, പ്രോട്ടോടൈപ്പ്, ടെസ്റ്റ്, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓരോ ഘട്ടവും മനസ്സിലാക്കുക എന്നുള്ളതാണ് യു എക്സ് ഡിസൈനറിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ടൂള് നിങ്ങൾക്ക് എവിടെ നിന്നിട്ട് വേണമെങ്കിലും പഠിക്കാൻ പറ്റും. യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ അല്ലെങ്കിൽ സെൽഫ് പ്രാക്ടീസിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും പഠിക്കാൻ പറ്റും. പക്ഷെ ഒരു യു എക്സ് ചിന്താശൈലി അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രാക്ടീസ് കൊണ്ടാണ്. അതിനാൽ ഡിസൈൻ ഒരു ആർട്ടായി കാണരുത്, അതൊരു പ്രോബ്ലം സോൾവിംഗ് സിസ്റ്റം ആയിട്ട് കാണാം. അടുത്തതാണ് യൂസർ മേക്സ് എക്സ്പീരിയൻസ്. യു എക്സ് ഡിസൈനിന്റെ ഏറ്റവും രസകരമായ ഒരു ഭാഗമാണ് യൂസർ മേക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ പേര് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, യൂസറാണ് ആദ്യം വരുന്നത്. കാരണം യു എക്സ് ഡിസൈനർ എന്ത് ഡിസൈൻ ചെയ്താലും അതിന് ജീവൻ കിട്ടുന്ന യൂസർ അത് ഉപയോഗിക്കുമ്പോഴാണ്. ഡിസൈൻ നല്ലതാകാം, കളർഫുള്ള് നല്ലതായിരിക്കാം, ആനിമേഷൻസും നല്ലതായിരിക്കാം, പക്ഷേ യൂസറിന് അത് ഉപയോഗിക്കുമ്പോൾ വാവ് എന്നുള്ളൊരു, അല്ലെങ്കിൽ എളുപ്പമാണോ അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണോ എന്നുള്ളതാണ് ഒരു യഥാർത്ഥ യു എക്സ് എന്ന് പറയുന്നത്. ഒരു യു എക്സ് ഡിസൈനർ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യും, സ്ട്രക്ചർ ബിൽഡ് ചെയ്യും, പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കും. പക്ഷേ ഒരു പ്രോഡക്റ്റ് സക്സസ് ആകോ അല്ലെങ്കിൽ ഫെയിൽ ആകോ എന്നുള്ളത് യൂസറാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് യൂസർ മേക്ക് എക്സ്പീരിയൻസ് എന്നത് യു എക്സ് ഡിസൈനിലെ ഏറ്റവും സത്യസന്ധമായ ഒരു വാക്ക് എന്ന് പറയുന്നത്. യു എക്സ് ഡിസൈനർ എപ്പോഴും എക്സ്പീരിയൻസിലാണ് ഷേപ്പ് ചെയ്യുക, പക്ഷെ അതിന് ജീവൻ നൽകുന്നത് യൂസറാണ്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, ഒരു Paytm അല്ലെങ്കിൽ ഒരു GPay ഓപ്പൺ ചെയ്യുമ്പോൾ, റീചാർജ് ചെയ്യുമ്പോൾ അത് എളുപ്പമാണെന്ന് തോന്നിയാൽ അതാണ് ഒരു റിയൽ യു എക്സിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. യു എക്സ് ഡിസൈനിൻ്റെ 3 പ്രധാനപ്പെട്ട ബാക്ക് ബോണുകളാണ് വാല്യൂ, യൂസബിലിറ്റി, ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് വാല്യൂ എന്താണെന്ന് നോക്കാം. ഏറ്റവും ലളിതമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് പറഞ്ഞാൽ യൂസറിന് ഇതിൽ എന്ത് പ്രയോജനം എന്നുള്ളതാണ്. ഡിസൈൻ എത്ര അട്രാക്റ്റീവ് ആണെങ്കിലും യൂസറിന് അത് റിയൽ വാല്യൂ ഇല്ലെങ്കിൽ അവനത് ആപ്പ് യൂസ് ചെയ്യില്ല. വാല്യൂ എന്നത് ഫങ്ഷൻസ്, പർപ്പസ്, ബെനിഫിറ്റ് എന്നീ 3 മിക്സഡ് കാര്യങ്ങളിലാണ് വരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗൂഗിൾ മാപ്പ്, അതിൻ്റെ UI ഫാൻസ് ഇല്ല, പക്ഷേ എക്സ്ട്രീംലി വാല്യൂബിൾ ആണ്. അത് നിങ്ങൾക്ക് സമയം ലാഭിക്കും, നിങ്ങൾക്ക് റൂട്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് അതിൻ്റെ യഥാർത്ഥ വാല്യൂ എന്ന് പറയുന്നത്. അതിനാൽ യു എക്സ് ഡിസൈനറിൻ്റെ ആദ്യ ചോദ്യം ആയിരിക്കണം, ഇത് യൂസറിന് യൂസ്ഫുൾ ആണോ എന്നുള്ളൊരു ചോദ്യം. വാല്യൂ ഇല്ലെങ്കിൽ യു എക്സ് എന്ന് പറയുന്നത് മീനിങ്ലെസ് ആണ്. അടുത്തതാണ് യൂസബിലിറ്റി. യൂസബിലിറ്റി എന്ന് പറയുന്നത് യൂസറിന് ഈ പ്രോഡക്റ്റ് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. അതിനാൽ 3 കാര്യങ്ങളിലാണ് ഇത് വന്നിട്ടുള്ളത്: സ്പീഡ്, ക്ലാരിറ്റി, കൺട്രോൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സ്വിഗ്ഗിയിൽ ഒരു ഫുഡ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ എത്ര എളുപ്പമാണ് സെർച്ച്, ആഡ്, ചെക്കൗട്ട്, പേ, ഈ 4 സ്റ്റെപ്പുകളിൽ നിന്നും അത് സാധിച്ചെടുക്കാൻ പറ്റും. സാധാരണ ആളുകൾക്ക് ട്യൂട്ടോറിയൽസ് അല്ല ആവശ്യം ഉള്ളത്, അതൊരു എക്സലന്റ് യൂസബിലിറ്റി ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. പക്ഷെ ചില ഗവൺമെന്റ് വെബ്സൈറ്റുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്താൽ സ്മാൾ ടെക്സ്റ്റ്, അൺക്ലിയർ ബട്ടൺസ്,
ടു മെനി ഓപ്ഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതാണ് പ്യുവർ യൂസബിലിറ്റി എന്ന് പറയുന്നത്. UX ഡിസൈനർ എപ്പോഴും യൂസബിലിറ്റി ഉറപ്പാക്കണം. ബട്ടൺസ് പ്ലേസ്മെന്റ് ലോജിക്കൽ ആകണം, അല്ലെങ്കിൽ നാവിഗേഷൻ പ്രിഡിക്റ്റബിൾ ആകണം, ഫീഡ്ബാക്ക് ഇൻസ്റ്റന്റ് ആകണം എന്നുള്ളതൊക്കെ. മൂന്നാമത്താണ് ഡിസബിലിറ്റി, ഇമോഷണൽ സൈഡ് ഓഫ് UX എന്ന് പറയുന്നത്. ഡിസബിലിറ്റി എന്നത് ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഫീൽ ആകുന്നു എന്നുള്ളതാണ്. ഒരു ആപ്പ് ഉപയോഗിക്കുമ്പോൾ വാവ് അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത് ഡിസബിലിറ്റിൻ്റെ ഒരു ഡിസബിലിറ്റിയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആപ്പിളിൻ്റെ ഐഫോൺ സെറ്റപ്പ് ചെയ്യുമ്പോൾ ആനിമേഷൻ ബ്ലേഡ് ഇന്നാകുന്നു, സൗണ്ട്സ് ജെന്റിലാണ്, വൈബ്രേഷൻ സബ് ടൈറ്റിലാണ്, യൂസേഴ്സിന് ലക്ഷറി ഫീലാണ് കിട്ടുന്നത്. അതാണ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഡിസബിലിറ്റി മീൻസ് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. യൂസർ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് ശേഷം ഫീൽ ചെയ്യണം. അതാണ് യഥാർത്ഥ ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തതായിട്ടാണ് UX പ്രൊജക്ട് മാനേജ്മെന്റ്. നമുക്ക് UX ഡിസൈനിൻ്റെ ലോകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് UX പ്രൊജക്ട് മാനേജ്മെന്റ്. പലർക്കും തോന്നും UX ഡിസൈനർ എന്നാൽ വേറൊരു ഡിസൈൻ ചെയ്യുന്നവൻ മാത്രമല്ലേ. പക്ഷേ ഒരു UX ഡിസൈൻ ഒരു പ്രൊജക്റ്റ് ആയിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ സക്സസ് ഡിസൈൻ കൊണ്ട് മാത്രമല്ല, അതിനെ എങ്ങനെ പ്ലാൻ ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു എന്നൊക്കെയാണ് ആ പ്രൊജക്റ്റിൻ്റെ വിജയത്തിൻ്റെ മുഖ്യ ഘടകം എന്ന് പറയുന്നത്. UX ഡിസൈനർ കലയെയാണ് സൃഷ്ടിക്കുന്നത്, പക്ഷെ പ്രൊജക്ട് മാനേജർ അതിനൊരു താളം കൊടുക്കാനാണ് ചെയ്യാറ്. അതൊരു സിംഫണി പോലെയാണ്. ഡിസൈനർ സംഗീതം കൊടുക്കുന്ന പോലെ പ്രൊജക്ട് മാനേജർ അതിനൊരു ടെമ്പോ ആണ് നൽകുന്നത്. പൊതുവായി പറയുകയാണെങ്കിൽ UX പ്രൊജക്ട് മാനേജ്മെന്റ് എന്നത് ഒരു ഡിസൈൻ ട്രാവലിംഗ് കൃത്യമായി പദ്ധതിയോടുകൂടി നയിക്കുന്ന ഒരു കലയാണ്. യൂസർ റിസർച്ചിൽ നിന്ന് തുടങ്ങി ടെസ്റ്റിംഗ് വരെ എല്ലാം കൃത്യമായി ടീം മുഴുവനും ഒരു ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ്. അത് ഉറപ്പാക്കുന്നതാണ് പ്രൊജക്ട് മാനേജർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ഇ-കോമേഴ്സ് ആപ്പ് റീഡിസൈൻ ചെയ്യണമെന്നെങ്കിൽ റിസർച്ച് ടീമിൽ നിന്ന് യൂസേഴ്സിനൊരു ഇൻ്റർവ്യൂ നടത്തുന്നു, ഡിസൈൻ ടീമിൽ നിന്ന് വയർ ഫ്രെയിം ഉണ്ടാക്കുന്നു, ഡെവലപ്പേഴ്സിനൊരു പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്യുന്നു. ഈ എല്ലാ ഘടകങ്ങളും ഒരു പാചകത്തെ പോലെയാണ്, അല്ലെങ്കിൽ ഒരു കുക്കിംഗ് പോലെ. എല്ലാ ഇൻഗ്രീഡിയൻസും ശരിയായ സമയത്ത് ചേർന്നാൽ മാത്രമേ ഒരു രുചിയുള്ള ഫുഡ് ഔട്ട്കം ലഭിക്കുള്ളൂ. ഇതിൽ UX പ്രൊജക്ട് മാനേജർ എന്ന് പറയുന്നത് ഷെഫാണ്. UX പ്രൊജക്ട് മാനേജ്മെൻറ്റ് രണ്ട് രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഒന്ന് വാട്ടർഫാൾ മോഡലും ഒന്ന് അജൈൽ മോഡലും. ആദ്യം നമുക്ക് വാട്ടർഫാൾ മോഡൽ നമുക്ക് നോക്കാം. UX പ്രൊജക്ട് മാനേജ്മെൻറ്റ് പഴയ കാലത്ത് സാധാരണയായിട്ട് വാട്ടർഫാൾ മോഡലിലായിരുന്നു നടത്തിയിരുന്നത്. പേര് പോലെ തന്നെ വെള്ളച്ചാട്ടം പോലെ ഒരു ഘട്ടം പൂർത്തിയാക്കുമ്പോൾ മാത്രമേ അടുത്ത ഘട്ടം തുടങ്ങുള്ളൂ. റിക്വയർമെൻറ്റ്, ഡിസൈൻ, ഡെവലപ്മെൻറ്റ്, ടെസ്റ്റിംഗ്, ഡെലിവറി, ഈ ഘട്ടങ്ങൾ പടിപടിയായിട്ട് നടക്കും. അതിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ വളരെ ക്ലിയർ ആയിരിക്കും, ഡോക്യുമെൻറ്റേഷൻ വളരെ നല്ലതായിരിക്കും. ഇത് ലാർജ് കോർപ്പറേറ്റ് പ്രോജക്റ്റിന് വളരെ സ്യൂട്ടബിൾ ആണ്. എന്നാൽ പ്രധാന പരിമിതി അല്ലെങ്കിൽ പ്രധാന ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ലെറ്റർ ആക്സെപ്റ്റ് ചെയ്യുക ഡിഫിക്കൽട്ട് ആയിരിക്കും. യൂസർ ഫീഡ്ബാക്ക് പ്രോജക്റ്റ് അവസാനത്തിൽ മാത്രമേ ലഭിക്കുള്ളൂ. അതിനാൽ വാട്ടർഫാൾ മോഡൽ പ്രിഡിക്റ്റബിൾ ആണ്, പക്ഷേ റിജിഡാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഗവൺമെൻറ് പോർട്ടൽ UX പ്രൊജക്ട് മാനേജ്മെൻറ്റ് പ്രോജക്റ്റ് എടുക്കാം, പക്ഷേ സ്കോപ്പ് ഫിക്സഡ്, ബഡ്ജറ്റ് ഫിക്സഡ് ആയിരിക്കും. വാട്ടർഫാൾ സേഫ് ആയിരിക്കും, പക്ഷേ ഒരു യൂസർ ടെസ്റ്റിംഗ് അവസാനം നടക്കുമ്പോൾ ഇഷ്യൂസ് മാറ്റാൻ സമയം കിട്ടില്ല എന്ന് വരും. അടുത്തതാണ് അജൈൽ മോഡൽ. ഇപ്പോൾ ഭൂരിഭാഗം UX ടീംസ് ഉപയോഗിക്കുന്നത് അജൈൽ മെത്തേഡാണ്. ഇത് ഒരു കുക്കിംഗ് ക്ലാസ് പോലെയാണ്. ഒരു ഡിഷ് തയ്യാറാക്കുമ്പോൾ ടേസ്റ്റ് ചെക്ക് ചെയ്ത് സോൾട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെയാണ്. അജൈൽ ഒരു പ്രൊജക്റ്റ് സ്മാൾ സൈക്കിൾസ് ആയി വേർതിരിക്കുന്നുണ്ട്. അതിനെ സ്പ്രിന്റ് എന്നാണ് വിളിക്കാറുള്ളത്. ഓരോ സ്പ്രിന്റിലും റിസർച്ച്, ഡിസൈൻ, ടെസ്റ്റ്, ഫീഡ്ബാക്ക്, ഇംപ്രൂവ് എന്നിങ്ങനെ തുടർച്ചയായിട്ട് ഇറ്ററേറ്റ് ചെയ്യും. ഇതിലൂടെ ടീമിന് യൂസർ ഫീഡ്ബാക്ക് വേഗം ലഭിക്കും. ഡിസൈൻ തുടർച്ചയായിട്ട് റിഫൈൻ ചെയ്യാം. അജൈൽ മോഡലിലുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ഫാസ്റ്റ് ആയിരുന്നു, ഫ്ലെക്സിബിൾ ഹൈ ആണ്, കൊളാബറേഷൻ ബെറ്റർ ആയിരിക്കും. എന്നാൽ ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഫ്രീക്വൻറ്റ് മീറ്റിംഗ്സ്, ഡോക്യുമെൻറ്റേഷൻ ഒക്കെ കുറവായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്വിഗ്ഗി UX ടീമിൽ നിന്നും വീക്ക്ലി സ്പ്രിന്റ് നടത്താറുണ്ട്. ഓരോ ആഴ്ചയിലും സ്മാൾ റീഡിസൈൻ, യൂസർ ടെസ്റ്റിംഗ്, ഫീഡ്ബാക്ക്, ഇംപ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. അതിനാൽ കണ്ടിന്യൂസ്ലി ഇന്നോവേഷൻ ആണ്, ബെറ്റർ യൂസർ എക്സ്പീരിയൻസ് ആണ്. UX ഡിസൈൻ്റെ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് നമ്മൾ അജൈൽ പെർഫെക്റ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തായിട്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ടർഫാളും അജൈൽ മെത്തേഡും. വാട്ടർഫാൾ ഒരു ലൈനിയർ ഫ്ലോ ആണ്, അതായത് ഓരോ ഘട്ടവും പടിപടിയായിട്ട് മുന്നോട്ട് പോകും. ഡിസൈൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്ലാനിങ് പൂർത്തിയാക്കണം, ടെസ്റ്റിംഗ് പ്രോജക്റ്റ് അവസാനത്തിൽ മാത്രമേ നടക്കൂ. അതിനാൽ വാട്ടർഫാൾ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നത് പ്രോജക്റ്റ് എൻഡിൽ മാത്രമായിരിക്കും. എന്നാൽ അജൈൽ മെത്തേഡ് നോക്കുകയാണെങ്കിൽ ഒരു
ഇന്ററാക്റ്റീവ് ഫ്ലോ ആണ് പിന്തുടരുന്നത്. ഓരോ ഘട്ടവും സൈക്കിളായി ആവർത്തിക്കും. സ്മാൾ സ്പ്രിന്റ്, ഫ്രീക്വന്റ് ഫീഡ്ബാക്ക്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. ഒരു യു എക്സ് പ്രോസസ്സ് ഇവിടെ ഇവോൾവ് ചെയ്യുന്നതും ചേഞ്ച് അക്കോമഡേറ്റ് ചെയ്യുന്നതും വളരെ എളുപ്പമായിരിക്കും. അടുത്ത ഒരു ഡിഫറൻസ് ആണ് വാട്ടർഫാൾ സിസ്റ്റം റിജിഡ് ആണ്. ചേഞ്ച് ലെറ്റർ ആക്സെപ്റ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അജൈൽ ഫ്ലെക്സിബിൾ ആണ്. ഫീഡ്ബാക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വേഗത്തിൽ നടപ്പാക്കാം. അജൈൽ പ്രോസസ്സ് ഡൈനാമിക് ആണ്. റിയൽ വേൾഡ് യൂസേഴ്സിന് ഫീഡ്ബാക്ക് അനുസരിച്ച് യു എക്സ് കണ്ടിന്യൂസ്ലി റിഫൈൻ ചെയ്യാൻ പറ്റും. അടുത്തൊരു ഡിഫറൻസ് ആണ് വാട്ടർഫാൾ യൂസർ ഇൻവോൾവ്മെന്റ് വളരെ കുറവായിരിക്കും. ഡിസൈൻ ഡിസിഷൻസ് പ്രോജക്റ്റിൽ തുടക്കത്തിൽ തന്നെ ഫൈനലൈസ് ചെയ്യും. യൂസർ ഫീഡ്ബാക്ക് അവസാനം മാത്രമേ ലഭിക്കുള്ളൂ. എന്നാൽ അജൈലിൽ യൂസേഴ്സിന്റെ പ്രോസസ്സിന്റെ ഭാഗമാണ്. ഒരു പ്രോസസ്സിന്റെ ഭാഗമാണ്. ടെസ്റ്റിംഗ്, ഫീഡ്ബാക്ക്, ഇൻട്രാക്ഷൻ എല്ലാം യൂസർ സെൻറ്റേർഡ് ആയി നടത്തും. എന്നാൽ സ്പീഡ് ഡെവലപ്മെന്റ് കേസ് നോക്കുകയാണെങ്കിൽ വാട്ടർഫാൾ മോഡൽ കമ്പാരിറ്റീവ്ലി സ്ലോ ആണ്. കാരണം ഓരോ ഘട്ടവും പൂർണ്ണമായിട്ട് പൂർത്തിയാക്കണം. എന്നാൽ അജൈൽ മോഡൽ വളരെ ഫാസ്റ്റും അഡാപ്റ്റീവ് ആണ്. സ്മാൾ ടാസ്ക് ഫിനിഷ് ചെയ്ത് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് അടിസ്ഥാനമാക്കി പ്രൊജക്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് ഇതിൻ്റെ ഒരു അനോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാട്ടർഫാൾ ഒരു മോഡൽ സ്കൂൾ എക്സാം പോലെയാണ്. ഒരിക്കൽ സബ്മിറ്റ് ചെയ്താൽ കറക്ഷൻസ് ഇല്ല, അതുപോലെയാണ്. എന്നാൽ അജൈൽ ഒരു ട്യൂഷൻ ക്ലാസ് പോലെയാണ്. എല്ലാ ദിവസവും ഫീഡ്ബാക്ക് കിട്ടും. ലേൺ ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും അവസരം കിട്ടും. അവസാനമായിട്ട് ഒരു യു എക്സ് പ്രോജക്ട് മാനേജ്മെന്റ് നടത്തുമ്പോൾ പല വ്യക്തികളും ടീമിൽ പങ്കെടുക്കാറുണ്ട്. യു എക്സ് റിസർച്ചർ യൂസർ റിസർച്ച് നടത്തുന്നു. യു എക്സ് ഡിസൈനർ എക്സ്പീരിയൻസ് പ്ലാൻ ചെയ്യുന്നു. യു എക്സ് ഡിസൈനർ ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. കണ്ടന്റ് റൈറ്റർ വേർഡ്സ് ഡിസൈൻ ചെയ്യുന്നു. ഡെവലപ്പർ ഡിസൈൻ ഈസിയാക്കുന്നു. പ്രൊജക്ട് മാനേജർ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാറുള്ളൂ. കൊളാബറേഷൻ സ്മൂത്ത് ആണെങ്കിൽ മാത്രമേ ഒരു യു എക്സ് പ്രോജക്ട് മാനേജർ സക്സസ് ആകും. അവസാനമായി യൂസർ സെൻറ്റേർഡ് പ്രോസസ് UCD. യു എക്സ് ഡിസൈൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് യൂസർ സെൻറ്റേർഡ് പ്രോസസ് എന്ന് പറയുന്നത്, അഥവാ UCD എന്ന് പറയുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. UCD, യൂസർ സെൻറ്റേർഡ് പ്രോസസ്. ഇവിടെ യൂസറാണ് സെൻറ്റർ. അതായത് ഡിസിഷൻസ് എല്ലാം യൂസറിൻ്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ, ലക്ഷ്യങ്ങൾ എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും ഉണ്ടാക്കുന്നത്. അതാണ് ഈ പ്രോസസ്സിൻ്റെ ഏറ്റവും ആത്മാവ് എന്ന് പറയുന്നത്. സാധാരണ ഡിസൈൻ പ്രോസസ്സ് ഡിസൈനേഴ്സ് പലപ്പോഴും പ്രോഡക്റ്റിനെയോ അല്ലെങ്കിൽ ക്ലയൻറ്റിനെയോ ആണ് സെൻറ്റർ ആക്കുന്നത്. അവർ ചിന്തിക്കുന്നത് ഈ പ്രോഡക്റ്റ് എങ്ങനെ ബെറ്റർ ആക്കാം, അല്ലെങ്കിൽ ക്ലയൻറ്റ് ഇത് ഇഷ്ടപ്പെടുമോ എന്ന രീതിയിലായിരിക്കും. പക്ഷേ ഒരു യൂസർ സെൻറ്റേർഡ് ഡിസൈൻസ് അല്ലെങ്കിൽ UCD ഈ സമീപനത്തെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തും. ഇവിടെ ഡിസൈനർ ചോദിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. യൂസറിന് ഇതിൽ എന്ത് അനുഭവമാണ് ലഭിക്കുന്നത്, അവൻ്റെ ആവശ്യങ്ങൾ എന്താണ്, അവൻ എങ്ങനെ ഇതിനെ ഉപയോഗിക്കും എന്നിങ്ങനെയാണ്. കാരണം UCD ഫോക്കസ് പ്രോഡക്റ്റ് അല്ല, പീപ്പിൾസ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് വി ഡിസൈൻ ഫോർ പീപ്പിൾ, നോട്ട് ഫോർ സ്ക്രീൻസ്. UCDക്ക് നാല് സ്റ്റേജ് പ്രോസസ്സുകളുണ്ട്. അണ്ടർസ്റ്റാൻഡ്, സ്പെസിഫൈ, ഡിസൈൻ, ഇവാലുവേറ്റ്. ആദ്യഘട്ടം നമുക്ക് അണ്ടർസ്റ്റാൻഡ് ദ യൂസർ എന്ന് നോക്കാം. യൂസർ ആരാണ്, അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, പ്രശ്നങ്ങൾ എന്താണ് എന്നിവ മനസ്സിലാക്കുക. UX ഡിസൈനേഴ്സ് ഇന്റർവ്യൂസ്, സർവേസ്, ഒബ്സർവേഷൻ, ഫീൽഡ് സ്റ്റഡി എല്ലാം ഇൻസൈറ്റ് ആയിട്ട് ശേഖരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ആപ്പ് ഡിസൈൻ ചെയ്യുമ്പോൾ ഡിസൈനർ ഡോക്ടറിനും പേഷ്യൻറ്റിനും സെപ്പറേറ്റ് കോൺവെർസേഷൻ നടത്തും. പേഷ്യൻ്റ് റിപ്പോർട്ട് എങ്ങനെ കാണുന്നു, ഡോക്ടർ അപ്ഡേറ്റ് എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെയാണ് ഒബ്സർവർ ചെയ്യും. എമ്പതിയിലൂടെയാണ് ഈ ഫൗണ്ടേഷനിലൊക്കെ ഇവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഇതിൻ്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് സ്പെസിഫിക് യൂസർ റിക്വയർമെൻറ്റ്. റിസർച്ച് കഴിഞ്ഞാൽ ശേഷം ടീമിൽ യൂസറിൻ്റെ ഗോൾസ് അല്ലെങ്കിൽ നീഡ്സ് ക്ലിയർലി ഡിഫൈൻ ചെയ്യും. അവൻ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് പെയിൻ പോയിന്റ്, അവൻ ഏത് കോണ്ടസ്റ്റിലാണ് ആപ്പ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെലിവറി ആപ്പിൽ ഡെലിവറി പാർട്ട്ണറിൻ്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ ഓൺ ടൈം ഡെലിവറിയാണ്. അവൻ സൺലൈറ്റിൽ വെഹിക്കിൾ അതിനാൽ UX ഡിസൈനറിൻ്റെ ബിഗ് ബട്ടൺസ് ആണ്. അതുകൊണ്ടാണ് UX ഡിസൈനറിൻ്റെ ബിഗ് ബട്ടൺസ് വോയിസ് ഓപ്ഷൻസ് പ്ലാൻ ഒക്കെ ചെയ്യുന്നത്. യൂസർ കണ്ടസ്റ്റിൽ തന്നെ ഡിസൈനിൻ്റെ റൂട്ട് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്. ഇതിൻ്റെ മൂന്നാം സെക്ഷനാണ് ഡിസൈൻ സൊല്യൂഷൻസ്. ഇനി ഒരു ഡിസൈനറുടെ ഐഡിയ രൂപപ്പെടുത്തുന്നത് വയർഫ്രെയിംസ്, പ്രോട്ടോടൈപ്സ്, ഫ്ലോസ് ഒക്കെ ഉണ്ടാകും. ഇതിൽ ഡിസൈൻ ഡിസിഷൻസ് എല്ലാം റിസർച്ചിൻ്റെ ഡാറ്റ അടിസ്ഥാനമായിരിക്കും ഡിസൈൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലേണിംഗ് ആപ്പ് റിസർച്ച് പറഞ്ഞ സ്റ്റുഡൻസ് ഷോർട്ട് വീഡിയോസ് ഇഷ്ടപ്പെടുന്നു. UX ഡിസൈനർ അപ്പോൾ എന്ത് ചെയ്യും, ഡിസൈനിൽ മൈക്രോ ലെസൺസ് ഉൾപ്പെടുത്തും.
ഡിസൈൻ ക്രിയേറ്റീവ് ആണെങ്കിൽ അത് ഇമാജിനേഷൻ അല്ല, ഡാറ്റ ഡ്രിവൻ ക്രിയേറ്റീവ് ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് സെക്ഷനാണ് ഇവാലുവേറ്റ് വിത്ത് യൂസേഴ്സ്. ഇത് UCDൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഡിസൈൻ റെഡി ആകുമ്പോൾ ഡിസൈനേഴ്സ് യൂസേഴ്സിനോട് ടെസ്റ്റ് ചെയ്യും. അവർ അത് ഒബ്സർവ് ചെയ്യും. യൂസേഴ്സിന് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, എവിടെയാണ് എൻ്റെ കൺഫ്യൂഷൻ, എന്താണ് നല്ലതെന്ന് യൂസറാണ് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂസർ പറഞ്ഞു ബട്ടൺസ് കാണാനില്ല. UX ഡിസൈനർ ഉടനെ തന്നെ മാറ്റം പറയും. ടെസ്റ്റിംഗ്, ഫീഡ്ബാക്ക്, ഇംപ്രൂവ്, റീടെസ്റ്റ്. ഇതാണ് UCDൻ്റെ കണ്ടിന്യൂസ്ലി ഉള്ള സൈക്കിൾ എന്ന് പറയുന്നത്.